Hi, myself CA Arvind VS, faculty at Triple I Commerce Academy. Triple I Commerce Academy CS എക്സിക്യൂട്ടീവിൻ്റെ ലേറ്റസ്റ്റ് ബാച്ചസ് ആരംഭിക്കുകയാണ്. സോ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമി ഒരു ബ്രിഡ്ജ് കോഴ്സ് വെക്കും. സോ ദ കൺസെപ്റ്റ് ഓഫ് ദിസ് ബ്രിഡ്ജ് കോഴ്സ് ഈസ് to introduce the subject and syllabus to the students. നമ്മൾ ഒരു കോഴ്സിലേക്ക് പോകുമ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാൻ, ഈ സിലബസിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ഈ കോഴ്സിനകത്ത് പഠിക്കാനുള്ളത്, എന്തൊക്കെ സബ്ജക്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്, ആ ഓരോ സബ്ജക്റ്റിനുമകത്ത് കവർ ചെയ്തിരിക്കുന്ന സിലബസ് എന്തൊക്കെയാണ്, അത് പഠിക്കാൻ നമുക്ക് എത്ര സമയമെടുക്കും, എത്ര ദിവസം കൊണ്ടാണ് നമ്മളത് പഠിച്ചു തീർക്കേണ്ടത്, കവറേജ് എത്ര ദിവസം കൊണ്ടാണ് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക, എത്ര സമയമാണ് എടുക്കുക, എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെയാണ് ഇവിടെ ക്ലാസ് നടത്തുന്നത്, ക്ലാസ്സിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി സ്റ്റുഡൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ട്രിപ്പിൾ ഐ ഈസ് കണ്ടക്ടിങ് ദിസ് ബ്രിഡ്ജ് കോഴ്സ്. സോ ബ്രിഡ്ജ് കോഴ്സ് നടന്നു വരികയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്ന പേപ്പറിൻ്റെ കാര്യങ്ങളാണ്. സോ സി എസ് എക്സിക്യൂട്ടീവ് നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ സി എസിൻ്റെ സിലബസ് റിവിഷൻ നടന്നിരിക്കുന്നത് 2024 സോ സി എസ് സിലബസ് റിവിഷൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ എക്സിക്യൂട്ടീവിൽ 2 ഗ്രൂപ്പാണുള്ളത്, ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. സോ നമ്മുടെ ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന പേപ്പർ സെക്കൻഡ് ഗ്രൂപ്പിലാണ് വരുന്നത്. സെക്കൻഡ് ഗ്രൂപ്പിലെ 3ാമത്തെ പേപ്പറാണ്. അത് പേപ്പർ നമ്പർ 7 ആണ് നമുക്ക് ടാക്സ് ലോസ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയും. സോ ടാക്സ്, നികുതി, ഇപ്പോൾ എല്ലാവർക്കും കേട്ടിട്ടുള്ള കാര്യമാണ്, എല്ലാവരും കേട്ടിട്ടുള്ളതാണ് എന്താണ് ടാക്സ്. ഒരു പക്ഷേ നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മൾ പേ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതി. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണക്കാരന് ഒന്നും അറിയത്തില്ല, ഞാൻ എത്രയാണ് ടാക്സ് അടയ്ക്കേണ്ടത്, എന്തൊക്കെയാണ് ഈ ടാക്സ്. ഇപ്പോൾ ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട്. ഹ്യൂജ് ടാക്സാണ് നമ്മൾ അടയ്ക്കുന്നത്, നമ്മുടെ ഏർണിങ്സിൻ്റെ നല്ലൊരു വിഹിതവും ടാക്സ് ആയിട്ട് പോകുന്നു. സോ എന്താണ് ഈ ടാക്സ്? സോ ഒരു പ്രൊഫഷണൽ കോഴ്സ് ലൈക്ക് CA, CMA, CS പോലുള്ള കോഴ്സുകളിലെ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് ടാക്സ്. കാരണം നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരാവട്ടെ, കമ്പനികളാവട്ടെ, ബിസിനസ് സ്ഥാപനങ്ങളാവട്ടെ, ഇവരെല്ലാവരും തന്നെ ടാക്സ് കാര്യങ്ങളുടെ കൺസൾട്ടിങ്ങിന് വേണ്ടി സമീപിക്കുന്ന കൂടുതലും ചാർട്ടേഡ് അക്കൗണ്ടൻസിനെയും കോസ്റ്റ് അക്കൗണ്ടൻസിനെയും കമ്പനി സെക്രട്ടറീസിനെയാണ്. സോ അതുകൊണ്ട് നമ്മുടെയൊക്കെ ഈ പറയുന്ന കോഴ്സുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ ഒന്ന് തന്നെയാണ് ടാക്സ്. അത് എക്സിക്യൂട്ടീവ് ലെവൽ മുതൽ പ്രൊഫഷണൽ ലെവൽ വരെ. ഇപ്പോൾ നമ്മൾ മറ്റൊരു ലെവൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ മുതൽ ഫൈനൽ ലെവൽ വരെ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എക്സിക്യൂട്ടീവ് ആൻഡ് പ്രൊഫഷണലാണ്. സോ ഈ 2 ലെവലിലും നമുക്ക് ഇൻ ഡെപ്ത് ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടും പഠിക്കാൻ ഈ സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ സിലബസിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. മുമ്പ് നമ്മുടെ ഈ സിലബസ് പരിഷ്കരണം വരുന്നതിന് മുന്നേ, സിലബസിന് റിവിഷൻ വരുന്നതിന് മുന്നേ ഈ ടാക്സ് ലോസ് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാനത് ക്ലാസ് എടുത്തു തുടങ്ങിയതിന് ശേഷം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അന്നത് പാസ്സാവാൻ കുറച്ച് പാടായിരുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. കാരണം ടാക്സ് എന്ന് പറയും ഡെപ്തായിട്ട് നോളേജ് ഉള്ള ഒരാൾക്ക് മാത്രമേ, വളരെ ഡീപ്പ് നല്ല നോളേജ് ഉള്ള ഒരാൾക്ക് മാത്രമേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വിജയിച്ച് വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് എഴുത്ത് പരീക്ഷ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അതിനകത്ത് കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇൻഡയറക്റ്റ് ടാക്സിനകത്തൊക്കെ നമുക്ക് എഴുതാൻ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ വ്യൂ, നമ്മുടെ അറിവ്, നമ്മുടെ ഒരു ക്വസ്റ്റ്യനോടുള്ള നമ്മുടെ സമീപനം, വി കുഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ നമുക്ക് കൈവന്നിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ CAയിലും CMAയിലൊക്കെ നമുക്ക് ടാക്സ് പാസ്സാവാൻ കുറച്ചുകൂടി എളുപ്പമാണ്. CS അത് അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി കൂടി വരികയാണ്. CS കൂടി നമുക്ക് ഇപ്പോൾ ടാക്സ് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു പേപ്പറായിട്ട് മാറാൻ പോവുകയാണ്. സോ ആഫ്റ്റർ മേക്കിംഗ് ഇറ്റ് എ റിട്ടൺ എക്സാമിനേഷൻ. സോ CS ഞാൻ ഈ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ CSനകത്ത് നമുക്ക് ടാക്സ് ലോസിൻ്റെ പേപ്പർ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. സ്റ്റഡി മെറ്റീരിയൽ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, പേപ്പറിൻ്റെ പേര് ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്നാണ്. ഗ്രൂപ്പ് 2 പേപ്പർ 7 ആണിത്. ഓക്കെ, ഈ ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് ആക്ച്വലി ഇതിന് 2 പാർട്ടാണുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പാർട്ട് 1 ആൻഡ് പാർട്ട് 2. പാർട്ട് 1 കവേഴ്സ് ഡയറക്റ്റ് ടാക്സ്
ഏരിയ ആൻഡ് പാർട്ട് 2 കവേഴ്സ് ഇൻഡയറക്റ്റ് ടാക്സ് ഏരിയ. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലും വ്യത്യാസമുണ്ട്. നമുക്ക് പാർട്ട് 1ലാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട് 1 60 മാർക്സിന് ഔട്ട് ഓഫ് 100 മാർക്സ് 60 മാർക്കാണ് പാർട്ട് 1 വരുന്നത്. ദെൻ 40 മാർക്സിനായിരിക്കും പാർട്ട് 2 വരിക. ഇപ്പോൾ 60 മാർക്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് പാർട്ട് 1ലാണ്. അപ്പോൾ ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ശരിക്കും പഠിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും ഇൻകം ടാക്സ് എന്നുള്ളത്. സോ ഇൻകം ടാക്സ് ആണ് നമ്മൾ ഈ പാർട്ട് 1ൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി നമുക്ക് വളരെ വലിയൊരു ഇൻഡയറക്റ്റ് ടാക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിറ്റ് ലെങ്തിയറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പഠിക്കാനുണ്ട്, അത്യാവശ്യം പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് എത്ര സമയം വേണം എന്നുള്ളത് ഞാനൊന്ന് പറയാം. നിങ്ങൾക്കിത് പഠിക്കാനായിട്ട് ഡയറക്റ്റ് ടാക്സിന് വേണ്ടി നമുക്കൊരു 150 അവേഴ്സ് 150 മണിക്കൂറെങ്കിലും നമുക്ക് വേണം മാക്സിമം. അപ്പോൾ ഒരു ദിവസത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 7 മണിക്കൂറായിരിക്കും. സോ ഞാൻ പറയുന്ന ഒരു 22 ഡേയ്സ് കൊണ്ടായിരിക്കും നമ്മൾ ഈ ഡയറക്റ്റ് ടാക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അത്രയും പഠിക്കാനുണ്ട്. 22 ദിവസം 7 മണിക്കൂർ വെച്ച് പഠിച്ചാലേ ക്ലാസ് എടുത്താൽ മാത്രമേ നമുക്ക് തീരത്തുള്ളൂ. അപ്പോൾ ഈ 150 മണിക്കൂർ നമുക്ക് 7 മണിക്കൂർ വെച്ച് വരുമ്പോൾ 21-22 ദിവസം ഉണ്ടെങ്കിൽ നമുക്കിത് തീരത്തുള്ളൂ എന്നുള്ളതാണ്. ഇനി ഇതിൽ ക്ലാസ് ടൈമിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 8:30 രാവിലെ 9 മണിക്കോ. നമ്മൾ നോർമലി 9 മണിക്കായിരിക്കും. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ക്ലാസ് നമുക്ക് സമയത്തിൻ്റെ പരിമിതി വരുമ്പോഴാണ് നമ്മൾ 8:30 സ്റ്റാർട്ട് ചെയ്യുക. അതർവൈസ് നോർമലി നമ്മൾ 9 മണിക്കായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ് ടു 5 or 5:30, 5 മുതൽ 5:30 വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടാകും. മാക്സിമം 5:30 വരെ പോകും. സോ ഇതാണ് നമ്മുടെ ക്ലാസ് ടൈമിംഗ്. കണ്ടിന്യൂസ് ക്ലാസ് ആയിരിക്കില്ല. ഇടയ്ക്ക് നിങ്ങൾക്ക് 2-3 ബ്രേക്കൊക്കെ ഉണ്ടാകും. അതൊരു 1-1.5 ഹവേഴ്സിൻ്റെ ബ്രേക്ക് നിങ്ങൾക്ക് ഇതിനിടയിൽ അവൈലബിൾ ആയിരിക്കും. ബാക്കി നമ്മുടെ ക്ലാസ് ടൈമിങ് നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ ഈ സമയം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ടൈമിംഗ് ആണ്. പിന്നെ പിറ്റേ ദിവസം 9 മണിക്ക് ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഇതിനിടയിൽ നമുക്കൊരു 14-15 മണിക്കൂർ വരുന്നുണ്ട്. നിങ്ങൾക്ക് 5 മണിക്ക് ക്ലാസ് വിട്ടാൽ അടുത്ത ദിവസം രാവിലെ 9 മണിക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയി അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയിട്ട് തിരിച്ച് അടുത്ത ദിവസം 9 മണിക്ക് വരും. അപ്പോൾ നിങ്ങൾക്കൊരു 14-15 മണിക്കൂർ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടാം. ഈ ഗ്യാപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളല്ല 2 മണിക്കൂർ 14-15 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടും അതിനിടയിൽ അല്ലേ. ഇപ്പോൾ നിങ്ങൾ 5 മണിക്ക് ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത രാവിലെ 9 മണി ആവുന്നതിനിടയിൽ നിങ്ങൾക്കൊരു 15-16 മണിക്കൂറുണ്ട്. അതിൽ നിങ്ങളൊരു മിനിമം 2 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിത്തത്തിന് വേണ്ടി മാറ്റിവെക്കണം. അത് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ, കുറേ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നും അയ്യോ ഒരുപാട് പഠിക്കാനുണ്ട്, എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല, ഞാൻ ആകെ ഒറ്റയ്ക്ക് ഇതൊന്നും ഒരിടത്തും എത്തുന്നില്ലല്ലോ. അത് പ്രൊഫഷണൽ കോഴ്സുകളിൽ നമുക്ക് മാർക്ക് നേടി പാസ്സാവണമെങ്കിൽ, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പാസ്സാവണമെങ്കിൽ ഫ്രം ഡേ 1 എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് ഡേയിൽ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലായിരിക്കും, പക്ഷേ അതൊരു ശീലമാക്കിയാൽ മാത്രമേ അത് പാസ്സായി വരാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ബി പറ്റില്ല എന്നുള്ളതല്ല, ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടാണ് എന്ന് പറയേണ്ടി വരും എന്നുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് സമയമെടുത്ത് പിന്നെ പാസ്സാകാൻ പറ്റുള്ളൂ. സോ ഞാൻ നിങ്ങളോട് പറയുന്നത്രേ ഉള്ളൂ, ഡെയിലി നിങ്ങൾ ക്ലാസ് വിട്ട് നിങ്ങൾക്ക് പിന്നെ അടുത്ത ദിവസത്തെ ക്ലാസ്സിന് നിങ്ങൾക്ക് 15-16 മണിക്കൂർ സമയം കിട്ടുകയാണ് ഇതിനിടയിൽ നിങ്ങളൊരു 2 മണിക്കൂർ മിനിമം ഇപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കൂടുതൽ സമയം പഠിച്ചാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് പാസ്സാകും. സോ ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നമുക്ക് 150 മണിക്കൂറെങ്കിലും നമുക്കിത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് പാസ്സായി വരത്തുള്ളൂ, അല്ല കംപ്ലീറ്റ് ആകത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഏരിയാസാണ് പഠിക്കാനുള്ളതെന്ന് ഞാനിപ്പോൾ ബ്രിഡ്ജ് കോഴ്സിൽ പറയുന്നില്ല, കാരണം അത് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ നമുക്ക് ബ്രിഡ്ജ് കോഴ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സബ്ജക്റ്റ് നിങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഓക്കെ. അപ്പോൾ ഇതിൽ എങ്കിലും ഒരു കമ്പനി സെക്രട്ടറി, ഒരു എക്സിക്യൂട്ടീവ് ലെവലിലുള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഒരു ഓവറോൾ ഒരു എക്സ്പേർട്ട് ലെവൽ നോളജ് ഒന്നും ടാക്സിൽ വേണ്ട, പക്ഷേ ഒരു വർക്കിംഗ് നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ടാക്സ് എന്ന് കേൾക്കുമ്പോൾ ഇത് ഉദ്ദേശിക്കുന്ന ഇതാണ് എന്നുള്ളത് നമുക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ നോളജ് നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഫൈനൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പേർട്ട് ലെവൽ നോളജ് മതി. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സ് ഏരിയയിലേക്ക് വരുമ്പോൾ, ഇൻഡയറക്റ്റ് ടാക്സ് ഏരിയയിൽ നമുക്ക്
ഡയറക്റ്റ് ടാക്സേഷൻ ഏരിയയിൽ നമ്മൾ ഇൻകം ടാക്സ് നിയമമാണ് പഠിക്കുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ഏരിയയിൽ നമ്മൾ പഠിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് GST, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. നമ്മൾ ഈ കടയിലൊക്കെ പോയി സാധനം മേടിക്കില്ലേ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ബുക്ക് മേടിക്കുന്നു, ഡ്രസ്സ് മേടിക്കുന്നു, ഫുഡ് മേടിക്കുന്നു, അപ്പോഴൊക്കെ നമ്മൾ കൊടുക്കുന്ന ടാക്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. സോ അത് എന്തിനാണ് ഒരു കടക്കാരൻ നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കുന്നത്? വൈ ഹീസ് കളക്ടിങ് ടാക്സ് ഫ്രം അസ്, വൈ ഈസ് ലിവിങ് ടാക്സ് ഫ്രം അസ് അല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് പിരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, എന്താണ് ആ ടാക്സ്, ഇതിനെപ്പറ്റിയാണ് നമ്മൾ അവിടെ പഠിക്കുക. GST അവൻ പിരിക്കുന്നത്, ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അവൻ പിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഇറക്കുമതി, കയറ്റുമതി അല്ലേ? ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു ടാക്സാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയും. സോ കസ്റ്റംസ് നിയമത്തെ പറ്റിയും നമുക്ക് CS എക്സിക്യൂട്ടീവ് ലെവലിൽ പഠിക്കാനുണ്ട്. സോ ഇത് വരുന്നത് പാർട്ട് 2-ലാണ്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് 40 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ 40 മാർക്കിൽ ഒരു 30 to 35 മാർക്സ് നമുക്ക് GST ആയിരിക്കും, ഒരു 5 to 10 മാർക്സ് ആയിരിക്കും കസ്റ്റംസിൽ നിന്ന് ചോദിക്കുക. കമ്പാരിറ്റീവ്ലി ഈസി സ്കോറിംഗ് ആണ്, മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് കസ്റ്റംസ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് ഒരു നിയർലി 100 to 105 hours, നമുക്ക് 100-105 മണിക്കൂർ കൊണ്ട് നമുക്കിത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡേയ്സ് നോക്കുകയാണെങ്കിൽ ഒരു 14 ദിവസം, 14-15 ദിവസം കൊണ്ട് നമുക്കിത് ഈ ഒരു പേപ്പർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓവറോൾ നമ്മൾ എടുത്താൽ ഒരു 35 to 36 ഡേയ്സ് കൊണ്ട് നമ്മൾ ഈ എൻറ്റയർ CS-ൻ്റെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, നമുക്ക് പഠിക്കാനുള്ള കാര്യം. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ്, നിങ്ങൾക്ക് ഇതിപ്പോൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ് ഞാൻ പ്രൊവൈഡ് ചെയ്ത്. ഈ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ സ്റ്റുഡൻറ്റിന് വേണ്ട അത്ര ഡെപ്ത് നോളേജ് നിങ്ങളുടെ ഈ സ്റ്റഡി മെറ്റീരിയൽ ഇല്ല എന്നുള്ളത് എൻ്റെ ഒരു പരാതിയാണ്. കാരണം അത് ഇല്ല, അത്ര ഡെപ്തായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കുറവാണ്. അതിന് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ തരും. ഡയറക്റ്റ് ടാക്സിനും ഇൻഡയറക്റ്റ് ടാക്സിനും ഞാൻ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ തരുന്നുണ്ട് IIIയുടെ ഭാഗത്ത് നിന്ന്. സോ ആ സ്റ്റഡി മെറ്റീരിയലിൽ നിങ്ങൾക്ക് ഇവിടെ കവർ ചെയ്യുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. പ്ലസ് ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടാകും. അപ്പോൾ ഇതുണ്ടാകും, പ്ലസ് അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ പഠിക്കുന്നു, നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്കൊരു ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 600 to 700 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമുക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, നിങ്ങൾക്കൊരു കൺസെപ്ഷണൽ ക്ലാരിറ്റി ഉണ്ടാവണമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വെറുതെ കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എക്സാമിനേഷൻ പാസ്സാവണമെന്നില്ല. കൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ള, എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് കൂടി നമ്മൾ പഠിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസറിൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ക്ലാസ് തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ തരുന്നതിൻ്റെ കൂടെ തന്നെ ഓരോ ചാപ്റ്ററിൻ്റെ കൂടെയും അതിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസറുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, നിങ്ങൾ പഠിച്ചിട്ട് കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് വായിക്കുക, ആൻസർ വായിക്കുക, ഇത് പഠിക്കുക. പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് IIIയിൽ നിന്ന് വർക്ക് ബുക്ക് രൂപത്തിൽ തരും, അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ക്ലാസ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. ഒരു കാരണവശാൽ അത് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. അത് ജയിക്കുന്നു തോക്കുന്നു എന്നുള്ളതൊന്നല്ല വിജയം ഇവിടെ കാര്യം. നിങ്ങൾക്ക് ഫൈനൽ എക്സാമിനേഷൻ പാസ്സാവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ അതിൻ്റേതായ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. നമ്മളിപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് വരുന്നവരുണ്ടാവാം, ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരുണ്ടാവാം. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ നല്ല എഫേർട്ട് ഒരുപക്ഷെ നിങ്ങൾ +2 എടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എഫേർട്ട് എടുത്തിട്ടില്ലായിരിക്കാം. ഡിഗ്രിയിൽ നിങ്ങൾ നല്ല എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഉഴപ്പിയിട്ടുണ്ടാകാം. അതൊന്നും ഇനിയൊരു എക്സ്ക്യൂസും അല്ലെങ്കിൽ റീസണും അല്ല. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, ഒരു പുതിയൊരു അപ്രോച്ച്, ആറ്റിറ്റ്യൂഡ് നിങ്ങൾ അതിലൂടെ കാണിച്ചാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു വിജയം നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ.
നിങ്ങളെ സഹായിക്കാൻ ഇവിടെ എൻറ്റയർ ട്രിപ്പിൾ ഐയുടെ ക്രൂ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ട്രിപ്പിൾ ഐയിലെ എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും ലഭ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ടുണ്ട്. നിങ്ങൾ ഫീസ് അടച്ചാണ് നിങ്ങളിവിടെ പഠിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടിയുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നിർബന്ധമായിട്ടുണ്ടാവണം. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ല, എന്തിനാണ് നാണക്കേട്, എന്തിനാണ് മറച്ചു വയ്ക്കുക, നിങ്ങൾ ഫീസ് കൊടുത്തല്ലേ പഠിക്കുന്നത്. അപ്പോൾ സാറുമാരോട് ഫാക്കൽറ്റീസിനോട് ചോദിക്കാമോ, അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇവിടെ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ്. ഇവിടെ ആരും നിങ്ങൾക്കൊരു സാറാണ്, ഒരു ഹയർ അങ്ങനെയൊന്നുള്ള ഒരു ഇതില്ല. എല്ലാം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവരോട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്നവരെ ചോദിക്കുക. എല്ലാ സബ്ജക്റ്റിനും നിങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ക്ലാസ്സസ് തിരുവനന്തപുരത്തും ഇത്തവണ നമുക്ക് തിരുവനന്തപുരത്തും സി എസിൻ്റെ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഇതിന് മുന്നേ തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നു. തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് സി എസിൻ്റെ ബാച്ച് ആരംഭിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ തിരുവനന്തപുരത്തും കാലിക്കറ്റും എറണാകുളത്ത് ആദ്യമേ തന്നെ സി എസിൻ്റെ ബാച്ച് ഉണ്ട്. ഇവിടെ മൂന്നിടത്തും ഇവിടെ നമ്മൾ ഇത്തവണ സി എസിൻ്റെ ബാച്ചസ് ആരംഭിക്കുകയാണ്. സി എസിൻ്റെ കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ബാച്ച് ആരംഭിക്കുന്നത്. സി എസ് ഒരു എന്താണ് അധികം ആൾക്കാർ ചൂസ് ചെയ്യാതിരുന്ന ഒരു സബ്ജക്റ്റായിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ കമ്പനി സെക്രട്ടറീസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ വളരെ തുച്ഛമാണ്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇപ്പോൾ ഈവൻ കമ്പനി ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതിൻ്റെ 6 പോലും ഇല്ല കമ്പനി സെക്രട്ടറീസ്. 4 ലക്ഷം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ഇന്ത്യയിലുള്ളതെങ്കിൽ 50,000 60,000 കമ്പനി സെക്രട്ടറീസേ ഉള്ളൂ. അപ്പോൾ അത്രത്തോളം ഇതിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോഴതിന് ഒരു ഡിമാൻഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അത് പഠിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഡിഫിക്കൽറ്റിയൊക്കെ നോക്കിയാണ് ആൾക്കാർ ജോയിൻ ചെയ്യാതിരിക്കുന്നത്. വൺസ് നിങ്ങളത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളതിൽ ചേരാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. പാസ്സാകാൻ പറ്റില്ല എന്നുള്ള കോഴ്സ് അല്ല, അത് നിങ്ങൾ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതിന് നിങ്ങളെ പാസ്സാക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ട്രിപ്പിൾ ഐ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എത്ര നന്നായിട്ട് പഠിക്കുന്നു, നിങ്ങൾ എത്ര നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നു, നിങ്ങൾ എത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ വിജയവും അതിവേഗത്തിലായിരിക്കും, മികച്ച മാർക്കോടുകൂടി. പിന്നെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളത് മനസ്സിലാക്കുക. എണ്ണം എഴുതുന്ന കുട്ടികളുടെ CA ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ there is a high possibility of getting all India ranks. ഇതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നിങ്ങൾ ആ അവസരങ്ങൾ നിങ്ങൾ മുതലാക്കുകയാണ് ഇതിൽ വേണ്ടത് എന്നുള്ളത്. So once again, I welcome you all to CS Intermediates or CS Executive classes at Triple I. See you at class.